മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് എപ്രകാരമാണ് എന്നതിൻ്റെയൊക്കെ വളരെ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ്. ഇപ്പോൾ ദീദി ദാമോദരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ദീദി, ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മളുടെ 4.5 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യം അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആ 4.5 വർഷത്തെ കാത്തിരിപ്പിന്റെ അവസാനമാണ് പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേ ഓർഡറും അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്റ്റേ ചെയ്യിക്കാനുള്ള നീക്കവും ഇന്നത്തെ അതിനാടകീയമായിട്ടുള്ള രാവിലെ നടന്ന കാര്യങ്ങളും ഒക്കെ. അത് എനിക്ക് തോന്നുന്നത് ഈ കണ്ടന്റിലേക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ കേരളത്തിലെ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എത്ര ഹൈലി മിസോജനിസ്റ്റിക് ആണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് വെളിപ്പെടുത്താൻ പോകുന്നതായിരുന്നു. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഗ്രേവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കെ അതായത് അതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന ആൾക്കാർ എന്തിനാണ് അതിന്റെ മേലെ അടയിരുന്നത്? അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് എത്ര സ്ത്രീവിരുദ്ധവും ഒട്ടും വുമൺ ഫ്രണ്ട്ലി അല്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന്. ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും മീഡിയ വിജിലന്റ് ആയിരുന്നു. മറ്റേ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ജഡ്ജിമാര് നീതിബോധത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ സിസ്റ്റവും കൂടെ നിന്നിട്ട് പോലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്ത്രീകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ നമ്മൾ പെടാപ്പാട് വിട്ടു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നുമില്ലാതെ, ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും നേരിട്ടാൽ അവൾക്ക് എങ്ങനെയാണ് അതിനെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? എന്ത് സിസ്റ്റമാണ് അവളെ സപ്പോർട്ട് ചെയ്യുക? അപ്പൊ അത്രയും ദയനീയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചില പ്രതികരണങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ നമ്മളോട് ചിലരൊക്കെ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെയാണ്, ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ ഇതിനെങ്ങനെ പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെൻസേഷണലൈസ് ചെയ്യുകയല്ല വേണ്ടത്. ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ചിലരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഇന്നലെ വരെ ആണോ ഇത്, ഇന്നിനി തുടരില്ല എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല നാളെ എന്താകുമെന്ന്. അങ്ങനെ ആകാതിരിക്കാനാണല്ലോ നമ്മളുടെ എഫേർട്ട് മുഴുവൻ. പക്ഷേ ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയരുത് എന്ന് പറയുന്നതിൽ ന്യായം എന്താണ് ദീദി? ഇന്നലെ വരെ എന്നുള്ളതല്ല ഇതിന്റെ ഒരു പ്രശ്നം. ഈ കമ്മിറ്റി വെച്ചതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് 6 പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരു പോയിന്റിന്റെ ഒരു വശം മാത്രം, സെക്യൂരിറ്റി സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ എന്ന് പറയുന്നതിൽ ഇക്കിളിപ്പെടുത്തുന്ന എന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പിൽ ആ ഇക്കിളിപ്പെടുത്തൽ ആർക്കാണ് ഇക്കിളി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അധികാരത്തിൽ ഇരിക്കുന്നവർ അറിയണം. അതിന്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുകയും അതിന്റെ പേരിൽ മനോരോഗികളാവുകയും ഏറ്റവും പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കരിയറിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അത് അത്ര ഇക്കിളിയൊന്നും അല്ല എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തെങ്കിൽ നമുക്ക് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലും നമ്മൾ പേടിക്കണം. അതൊന്നും അത്ര സാറ്റിസ്ഫാക്ടറി ഒന്നും ആവണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പരാതികളൊക്കെ മ്യൂട്ട് ചെയ്ത് കളയാം എല്ലാ കാലത്തേക്കും എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല. അത് ഓഡിബിൾ ആണ് എന്ന് ഇപ്പോൾ ഇത് വെളിച്ചത്ത് വന്നപ്പം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലെ റെക്കമെൻഡേഷൻസ് നാളെ മുതൽ നടപ്പാക്കുകയും ഇത് മുഴുവൻ ഒറ്റയടിക്ക് ശരിയാവുകയും ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പിന്നെ പാസ്റ്റ് പറയണ്ട എന്ന് പറയുന്നതിനേക്കാളും പ്രധാനം നേരത്തെ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിൽ ഇതെല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. ആ ടേംസ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണ്. ഇപ്പം കണ്ടന്റ് എന്തുകൊണ്ടാണ് സ്ത്രീവിരുദ്ധമാവുന്നത്? അതെന്താണ് സെൻസർ ചെയ്യപ്പെടാത്തത്? സ്ത്രീകളെ അപഹസിക്കുന്ന ഇപ്പൊ ഏറ്റവും അവസാനം വന്നൊരു സിനിമയിൽ പോലും നമ്മൾ കണ്ടു. പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ എന്താണ് എന്ന് വീണ്ടും വീണ്ടും ഒരു സിനിമ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ കണ്ടന്റ് ഇങ്ങനെ ആവാനുള്ള കാരണം തന്നെ അതിന്റെ എൻവയൺമെന്റ് അത്ര ഹൈലി മിസോജിനിസ്റ്റിക് ആയതുകൊണ്ടാണ്. അത് സ്ത്രീവിരുദ്ധവും ഭയങ്കര പാട്രിയാക്കലും ആയതുകൊണ്ടാണ്. അതൊക്കെ ഇതിൽ കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് കണ്ടന്റ് സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവാത്തത് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇത് പഠനത്തിന്റെ വിഷയമായിട്ടുണ്ട്. ഞാൻ അതിന്റെ പാതിയൊന്നും എത്തിയിട്ടില്ല, പാതി ആവുന്നേ ഉള്ളൂ വായിച്ചിട്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ആ കമ്മിറ്റി പഠിച്ചത്, അവർ മനസ്സിലാക്കിയത്, എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അതിനെ പറ്റിയിട്ട് ശരിക്കും സീരിയസ് ആയിട്ട് ഇടപെടാൻ. അതെ, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തത് നാളെ എന്ത് എന്നുള്ളതിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴത്തെയും ആഗ്രഹം. ഒരു ഒളിച്ചുകളിയും ഇല്ല എന്ന് മന്ത്രി നേരത്തെയൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് വച്ച് താമസിപ്പിച്ചു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിയിൽ
ഇനി നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇതിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതൊരു ട്രൈബ്യൂണലിനെ കുറിച്ചൊക്കെയാണ്. മന്ത്രി ഒരു സിനിമ കോൺക്ലേവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം ഏത് നിലയ്ക്കുണ്ടാകും, ഏത് നിലയ്ക്കുണ്ടാകണം എന്നുള്ളതാണ് ദീദി. നിലവിലുള്ള നിയമം ഉണ്ടല്ലോ, അത് നടപ്പാക്കിയാൽ മാത്രം മതി. അത് സിനിമയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞത് മാത്രമേ തിരുത്തേണ്ടതുള്ളൂ. ഇവിടെ മറ്റേത് വ്യവസായത്തിനും ഏത് തൊഴിൽ സ്ഥലത്തിനും എങ്ങനെയാണോ ഇവിടുത്തെ നിയമം നടപ്പാക്കേണ്ടത്, നമ്മൾ ആ ബാധ്യത ഉണ്ടല്ലോ നമുക്ക്, ആ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. സിനിമയും നിറവേറ്റേണ്ടതുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. സിനിമയ്ക്ക് മാത്രമായിട്ട് ഒരു എക്സെപ്ഷൻ ഇല്ല എന്ന് മാത്രമേ ഈ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന മെസ്സേജ്. അത്രയേ ഉള്ളൂ. ഫൈറ്റ് ചെയ്തിട്ടുള്ളതും അതിന് തന്നെയാണ്. സിനിമ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുന്ന, മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല അല്ല. മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം. ഒരാളെ ആക്ട് ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ അവരെ ആക്ട് ചെയ്താൽ മതി. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഹിഡൻ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവർ ജയിലിൽ കിടക്കേണ്ടി വരും. അതാണല്ലോ ഇവിടുത്തെ നിയമം. അത് സിനിമയ്ക്കും ബാധകമാണ്. സിനിമയ്ക്ക് മാത്രം എങ്ങനെയാ അത് ബാധകമല്ലാതിരിക്കുന്നത്? അപ്പൊ ഇത്ര വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ ചെയ്യാനില്ല. ചെയ്യാനുള്ളത് മറ്റെല്ലാ തൊഴിൽ മേഖലയും ചെയ്യുന്നത് പോലെ സിനിമയും ചെയ്യുക. അത്രയേ ഉള്ളൂ. ശരി, ഇതിൽ ഒരൊറ്റ കാര്യം കൂടി ദീദി, ഞാനിതിൽ ഈ റിപ്പോർട്ടിലുള്ള ഒരു കാര്യമാണ്. അത് WCCയിലെ ഒരു അംഗത്തിനെതിരെ, ഒരു സ്ഥാപക അംഗം എന്ന തരത്തിലേക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിനെതിരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിൽ കൂടി താങ്കളുടെ അഭിപ്രായം അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ അംഗത്തിനൊരു സ്വാർത്ഥ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. സിനിമയിൽ അങ്ങനെ സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന തരത്തിലേക്കാണ് അവരുടെ നിലപാട്. ഇവർക്ക് മാത്രമായി സ്ഥിരമായി സിനിമയിൽ അവസരം ലഭിക്കുന്നുണ്ട്. അവർ സിനിമയിലെ പുരുഷന്മാർക്കെതിരെ സംസാരിച്ചിട്ടുമില്ല എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ടല്ലോ. താങ്കൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം. ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യില്ല. കാരണം കൃത്യമായിട്ട് പറഞ്ഞത്, ഇത് പുറത്തേക്ക് വിടുമ്പോൾ ഇതിലുള്ള ആരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസോ അതിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമോ പുറത്ത് വരില്ല എന്നൊരു ഉറപ്പിലാണല്ലോ ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിലേക്ക് അതിൽ മൊഴി കൊടുത്ത പലരെ പറ്റിയും നമുക്ക് അറിയുന്നുണ്ടാവും. അത് നമ്മളിപ്പോ അങ്ങനെ ചെയ്യരുതല്ലോ. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ അത് ആരാണെന്നോ അതിനെപ്പറ്റി കമന്റ് ചെയ്യോ അവരിലേക്ക് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനത് ചെയ്യില്ല. ശരി, വളരെ നന്ദി ശ്രീമതി ദീദി ദാമോദരൻ പ്രതികരിച്ചതിന്.